നമസ്കാരം. ഞാൻ സെറീന ടീച്ചറാണ്. പാലക്കാട് മുണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബോട്ടണി ടീച്ചറാണ്. കോവിഡ് കാലമാണ്, ലോക്ക്ഡൗൺ ആയിട്ട് കുറേ കാലമായി. അപ്പോൾ വിക്ടേഴ്സ് ചാനൽ വഴി നിങ്ങൾ +2 ബോട്ടണി 1ാമത്തെ ചാപ്റ്റർ മുഴുവനായിട്ട് കേട്ടു. 2ാമത്തെ ചാപ്റ്റർ പകുതിയിൽ കൂടുതൽ നിങ്ങൾ കേട്ടു. അപ്പൊ എന്തായാലും നേരിട്ട് കാണാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. അപ്പൊ പിന്നെ ഈ ഒരു വഴിയല്ലാതെ വേറൊരു നിവൃത്തിയില്ലല്ലോ. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ 1ാമത്തെ ചാപ്റ്റർ എൻ്റെതായ ഭാഷയിൽ എൻ്റെ കുട്ടികളോട്, പാലക്കാട് മുണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 ബയോസയൻസ് കുട്ടികളോട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോയിൽ വന്നത്. 1ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുൻപ് 1-2 കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഒന്ന്, വേഗം പോയി ടെക്സ്റ്റ് ബുക്ക് എടുത്ത് റെഡി ആയിട്ടിരുന്നു. 2, കയ്യിൽ ഒരു പെൻസില് നിർബന്ധമായിട്ടും വേണം. ഹൈലൈറ്റർ ആയാലും മതി. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ടെക്സ്റ്റ് ബുക്കാണ് ഏറ്റവും നല്ല നോട്ട്ബുക്ക്. അപ്പോൾ നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിനെ നോട്ട്ബുക്കാക്കി മാറ്റണ്ടേ? അപ്പൊ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്യണ്ടേ? അതിനാണ് പെൻസിലോ ഹൈലൈറ്ററോ എടുക്കാൻ പറഞ്ഞത്. ഇനി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു നോട്ട്ബുക്കും പെന്നും കൂടി അടുത്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, എന്നാ വേഗം പോയി എടുത്തിട്ട് വന്നോളൂ. പോസ് ചെയ്യാൻ മറക്കില്ലേ? ശരി, റെഡിയായോ? എങ്കിൽ ഒരു ചെറിയ റിക്വസ്റ്റും കൂടി ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് വന്നതെങ്കിൽ ഇതിന് താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണുന്നില്ലേ, ചുവന്ന നിറത്തില്? ഒന്ന് പ്രസ് ചെയ്തേക്കൂ. ചെയ്തോളൂ. ഓക്കെ, ഒരു ബെല്ലൈക്കൺ വന്നല്ലോ, പ്രസ് ചെയ്തോളൂ. 2ാമത്തെ ചാപ്റ്റർ അധികം വൈകാതെ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യാം. അപ്പൊ തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇതല്ലാതെ ഇനി വേറെ വഴിയില്ലല്ലോ തൽക്കാലം. അപ്പോ റെഡിയല്ലേ? 1ാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം അല്ലെ? ടെക്സ്റ്റ് ബുക്ക് റെഡിയാണല്ലോ? എങ്കിൽ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മൾക്ക് 1ാമത്തെ ചാപ്റ്റർ നിന്ന് തുടങ്ങാം അല്ലെ? ശരി, ചാപ്റ്റർ 1 എന്ന് പറയുന്നത് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം ആണ്. എൻ്റെ കയ്യിലിതാ ഞാൻ ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലും അത് ഉണ്ടാവണം. നേരത്തെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? അപ്പൊ അത് റെഡിയാക്കി വെച്ചോളൂ കേട്ടോ. നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത് ഓർഗാനിസത്തിലുള്ള റീപ്രൊഡക്ഷൻ ആണ്. ജനറൽ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് അതിൽ പറയുന്നത്. അപ്പം എല്ലാ ഓർഗാനിസത്തിനും ഒരേ സമയത്താണോ ഈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉണ്ടാവുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അത് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കറിയാം, ഈ മഴ പെയ്തു കഴിഞ്ഞാൽ വരുന്ന ഈയാമ്പാറ്റയ്ക്കൊക്കെ ഒരു ദിവസം ഒക്കെയാണ് ആയുസ് എന്ന് പഴമക്കാരൊക്കെ പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ദിവസത്തിനുള്ളിൽ അതിൻ്റെ ലൈഫ് സൈക്കിൾ മുഴുവൻ കംപ്ലീറ്റ് ചെയ്യണം, ശരിയല്ലേ? അപ്പോൾ അതിൻ്റെ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി അറ്റൈൻ ചെയ്യും. പക്ഷേ കുറച്ചും കൂടെ ഹയർ ലെവൽ ഓർഗാനിസം, ആനിമൽസ് എടുത്തോളൂ. ആനിമൽസിന് അതുപോലെയാണോ? അല്ല അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി എന്നൊക്കെ പറയുന്നത് ഓരോ ഓർഗാനിസത്തിൻ്റെയും ലൈഫ് സ്പാനിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. എന്താ ഈ ലൈഫ് സ്പാൻ? മലയാളത്തിൽ പറഞ്ഞാൽ ആയുസ്. ഓരോ ജീവികളുടെയും ആയുസ് വ്യത്യസ്തമാണ് അല്ലേ? നമ്മളുടെ ഈ ചാപ്റ്ററിന്റെ 2ാമത്തെ പേജിലോട്ടൊന്ന് നോക്കിയേ. ദാ കണ്ടോ, ഇങ്ങനെ കുറേ ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതിൽ ചിലതിൻ്റെ ലൈഫ് സ്പാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ചിലതിൻ്റെ ഫില്ല് ചെയ്യാൻ വേണ്ടി നിങ്ങളെടുത്ത് വിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്തേക്കണം. ഓക്കെ, എന്നിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ, പോരെ? അപ്പോൾ അതിന് മുമ്പ് അതൊക്കെ ഒന്ന് കണ്ടുപിടിച്ചേക്കണം, കേട്ടല്ലോ? ഇനി എന്താ ഈ റീപ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ? വാട്ട് ഈസ് റീപ്രൊഡക്ഷൻ? എന്താ അതിന് ഡെഫിനേഷൻ കൊടുക്കുക? ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട, മനസ്സിലൊന്ന് പറഞ്ഞു നോക്ക്. എന്താണ് റീപ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ? റീപ്രൊഡക്ഷനിൽ എന്താ സംഭവിക്കുന്നത്? വല്ലത്തരം കിട്ടിയോ? നമ്മുടെ പാരൻസിൻ്റെ പോലെയുള്ള അതേപോലത്തെ കോപ്പീസ് ഉണ്ടാക്കുക അല്ലേ? അടുത്ത ജനറേഷനെ ഉണ്ടാക്കുന്നതാണ് റീപ്രൊഡക്ഷൻ അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവമാണത്. ഓക്കെ, റീപ്രൊഡക്ഷൻ എത്ര തരത്തിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. മെയിനായിട്ട് റീപ്രൊഡക്ഷൻ 2 ടൈപ്പാണുള്ളത്, സെക്ഷലും അസെക്ഷലും. ഈ അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ തന്നെയാണ് പ്ലാന്റ്സിൻ്റെ കാര്യത്തിൽ കുറച്ച് ഒരു ഹെഡിങ്ങും കൂടെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണ്. അത് ഈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ താഴെ വരുന്നതാണ്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത്രയും വരെ പറഞ്ഞത് പേജ് നമ്പർ 3, 4, 5 എന്നുള്ളതിലത്തെ കുറച്ച് ഭാഗങ്ങളാണ്. അത് വായിച്ച് അണ്ടർലൈൻ ചെയ്യണോ?
അപ്പൊ നമുക്കതിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ശരി, ഞാനൊന്ന് വായിച്ചേക്കാം. കൂടെ വായിച്ചേക്കണം. ചെറിയ കുട്ടികളോട് പറയണ പോലെ അടിയിൽ വിരൽ വെച്ചേക്കണേ. Chapter 1, Reproduction in Organisms. Each and every organism can live only for a certain period of time. The period from birth to the natural death of an organism represents lifespan. ഒന്ന് അണ്ടർലൈൻ ചെയ്തോളൂ. ചെയ്തോ? നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഹൈലൈറ്റർ, പെൻസിൽ എന്തെങ്കിലുമൊക്കെ കയ്യിൽ വേണമെന്ന്. എന്നിട്ട് വേണം ഈ ക്ലാസ് കേൾക്കാനിരിക്കാൻ. അപ്പൊ ലൈഫ് സ്പാൻ എന്താണെന്ന് പറഞ്ഞു. Lifespans of a few organisms are given in figure 1.1. Several other organisms are drawn for which you should find out their lifespans and write in the spaces provided. Examine the lifespans of organisms represented in figure 1.1. Isn't it both interesting and intriguing to note that it may be as short as a few days or as long as a few thousand years? അല്ലേ? നമുക്കത് നോക്കിയാൽ തന്നെ കാണാം. ചിലത് കുറച്ച് ദിവസങ്ങളുടെ മാത്രം ആയുസുള്ള ഓർഗാനിസം ആ ടേബിളിൽ തന്നിട്ടുണ്ട്. ചിലതാണെങ്കിലോ ആയിരക്കണക്കിന് വർഷങ്ങൾ ആയുസുള്ള കുറെ ഓർഗാനിസം അതിനകത്ത് തന്നിട്ടുണ്ട്. Between these two extremes are the lifespans of most other living organisms. You may note that lifespans of organisms are not necessarily correlated with their sizes. The sizes of crows and parrots are not very different, yet their lifespans show a wide difference. അല്ലേ? ഒരു കാക്കയും തത്തയും തമ്മിൽ അവരുടെ സൈസിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല, പക്ഷെ അവരുടെ ലൈഫ് സ്പാൻ നോക്കിയേ, നല്ല ഡിഫറൻറ്റാ അല്ലേ? Similarly, a mango tree has much shorter lifespan as compared to a peepal tree. Whatever be the lifespan, death of every individual organism is certainty. ജനിച്ചാൽ ഒരിക്കൽ മരണം ഉണ്ടാവും അല്ലേ? That is, no individual is immortal except single-celled organisms. Single-celled organism ഒഴിച്ച് ബാക്കി എല്ലാം ഇമ്മോർട്ടൽ ഒന്നും അല്ല. എന്താണ് ഈ സിംഗിൾ സെൽഡ് ഓർഗാനിസം? ഇമ്മോർട്ടൽ ആണോ എന്ന് നമുക്കൊരു ഡൗട്ട് തോന്നാൻ കാരണം, +1 നമ്മൾ ഡയാറ്റംസ് പഠിച്ചത് ഓർമ്മയുണ്ടോ? പെട്ടെന്ന് മൈൻഡിലേക്ക് ഓർമ്മ വന്ന എക്സാമ്പിൾ അതാ. സോപ്പ് ബോക്സ് പോലെ രണ്ടെണ്ണം, അത് രണ്ടും സെപ്പറേറ്റ് ആവും, എന്നിട്ട് ഈ ഭാഗം അടുത്തേനെ ഉണ്ടാക്കും, ഈ ഭാഗം അതിന്റെ മോൾ ഭാഗത്തേനെ ഉണ്ടാക്കും, അപ്പൊ 2 ഓർഗാനിസം ആയി അല്ലേ? അപ്പൊ അതിങ്ങനെ കുറേ കാലം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുമ്പോൾ അതിന് ആദ്യം ഉണ്ടായ സെല്ല് നശിച്ചു പോണില്ല, അപ്പൊ അത് ഇമ്മോർട്ടലാന്ന് പറയാം. അതുപോലെ ബാക്ടീരിയ, ബൈനറി ഫിഷൻ അല്ലേ, ഒരു സെല്ല് രണ്ടാവുക എന്നുള്ളത്. അപ്പോൾ സിംഗിൾ സെൽഡ് ഓർഗാനിസത്തെ മാത്രം നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ, ബാക്കിയെല്ലാം നശിച്ചു പോകുന്നതാണെന്ന് പറയാം. ഓക്കെ? Why do we say there is no natural death in single-celled organisms? Given this reality, have you ever wondered how vast number of plant and animal species have existed on Earth for several thousands of years? There must be some processes in living organisms that ensure this continuity. Yes, we are talking about reproduction, something that we take for granted. So, what is reproduction? Reproduction is defined as a biological process in which an organism gives rise to young ones or offsprings similar to itself. Reproduction definition കിട്ടിയില്ലേ? എന്ന് വെച്ചാൽ it is a biological process. എന്താ അവിടെ നടക്കുന്നത്? Organisms give rise to young ones. Young ones എന്ന് പറയുന്ന വേറെ പേരാണ് എന്ത്? Offsprings. എങ്ങനെ ഉണ്ടാവും അത്? സിമിലർ ടു ഇറ്റ് സെൽഫ് എന്ന് വെച്ചാൽ പൂച്ചയുടെ കുട്ടി പൂച്ചക്കുട്ടി പോലെ ഇരിക്കും, നായ്ക്കുട്ടി പോലെ ഇരിക്കില്ല. അതാണ് സിമിലർ ടു ഇറ്റ് സെൽഫ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് എക്സാക്ട് കോപ്പീസ് എന്നല്ല. ദി ഓഫ്സ്പ്രിങ് ഗ്രോ, മെച്യൂർ ആൻഡ് ഇൻ ടേൺ പ്രൊഡ്യൂസ് ന്യൂ ഓഫ്സ്പ്രിങ്. Thus, there is a cycle of birth, growth and death. Reproduction enables the continuity of the species, generation after generation. You will study later in chapter 5 principles of inheritance and variation. നമ്മുടെ സുവോളജിയിൽ ഉണ്ട് കേട്ടോ, അതിനി പിന്നീട് പഠിക്കും. How genetic variation is created and inherited during reproduction. ഈ റീപ്രൊഡക്ഷനിൽ എങ്ങനെയാണ് ജെനറ്റിക്സിന്റെ റോൾ എന്നൊക്കെ ഉള്ളത് 5ാമത്തെ ചാപ്റ്ററിൽ സുവോളജിയിൽ പഠിക്കാം. There is a large diversity in the biological world and each organism has evolved its own mechanism to multiply and produce offspring. The organism's habitat, its internal physiology and several other factors
are collectively responsible for how it reproduces. ഓരോ ഓർഗാനിസത്തിൻ്റെയും റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ ഓർഗാനിസം എവിടെയാണ് താമസിക്കുന്നത്, ഇറ്റ്സ് ഹാബിറ്ററ്റ്. ദെൻ നെക്സ്റ്റ് എന്താ പറഞ്ഞത്, ഇറ്റ്സ് ഇന്റേണൽ ഫിസിയോളജി. ഓരോ ഓർഗാനിസത്തിൻ്റെയും ഇന്റേണൽ ഫിസിയോളജിയെ കുറിച്ച് നമ്മൾ ഇതിൽ തന്നെ ഇക്കോളജിയിൽ നമ്മൾ കൂടുതൽ പഠിക്കുന്നുണ്ട്. സ്റ്റീനോ തെർമൽ എന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിലേക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല. ആ ഇന്റേണൽ ഫിസിയോളജി ഡിപ്പെൻഡ് ചെയ്തിരിക്കും റീപ്രൊഡക്ഷനെ. പിന്നെ അതുപോലെ തന്നെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് അങ്ങനത്തെ. ഇതെല്ലാം ഈ റീപ്രൊഡക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ക്ലിയർ? Based on whether there is participation of one organism or two in the process of reproduction, it is of two types. Reproduction എന്നുള്ള പ്രോസസ്സിൽ ഒരു പാരന്റ് ആണോ രണ്ട് പാരന്റ് ആണോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് റീപ്രൊഡക്ഷൻ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, മറന്നോ? ശരി, നോക്കാം എന്തൊക്കെയാണ് അതെന്ന്. When offspring is produced by a single parent with or without the involvement of gamete formation, gamete formation ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുകയോ ചെയ്തോട്ടെ, പക്ഷെ റീപ്രൊഡക്ഷനിൽ ഒരു പാരന്റേ ഉള്ളൂ എങ്കിൽ the reproduction is asexual. ആ സെന്റൻസ് ഒന്ന് മാർക്ക് ചെയ്തോളൂ. എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നുള്ളതിന്റെ ആൻസർ ആണ്. അപ്പൊ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണെന്ന് അറിയണ്ടേ? ദേ വരുന്നു. When two parents of opposite sex participate in the reproductive process and also involve fusion of male and female gametes, that is called sexual reproduction. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത്രയും പറഞ്ഞതിൽ നമ്മൾ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് എന്താണ് ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞു, ഒന്ന് റീപ്രൊഡക്ഷൻ എന്താണെന്ന് പറഞ്ഞു, റീപ്രൊഡക്ഷൻ 2 ടൈപ്പ് ഉണ്ട്, എന്താണ് അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു. ക്ലിയർ ആയല്ലോ? അടുത്ത ടോപ്പിക്കിലേക്ക് പോട്ടെ. അടുത്ത ടോപ്പിക്ക് വേറെ ഒന്നുമല്ല, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഞാൻ ഏകദേശം ഒരു 15 മിനിറ്റ്സ് ആകുമ്പോൾ ഈ വീഡിയോ നിർത്താം. ഇതിൻ്റെ ഒരു ഇൻട്രോ വീഡിയോയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ അതൊരു 20 മിനിറ്റ്സിൽ നിൽക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും എന്നുള്ളതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷനിലേക്ക് പോവാം. നമ്മൾ ആ പേജ് നമ്പർ 5-ലെ 2 പിക്ചേഴ്സ് ഒന്ന് നോക്കിയേ. കണ്ടോ? ഇവിടെ എന്തൊക്കെ കാണിച്ചിരിക്കുന്നത്? ഈസ്റ്റിന്റെ റീപ്രൊഡക്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ അമീബയിലുള്ള റീപ്രൊഡക്ഷൻ. കുഞ്ഞു ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാ. അപ്പൊ അതൊന്നും കൂടെ ഒന്ന് ഓർമ്മിക്കുന്നു എന്ന് മാത്രമേ ഇവിടെ നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ എന്താ സംഭവിക്കണേന്ന് നമ്മൾ പറഞ്ഞു. ഒരു പാരന്റ് മാത്രമേ ഇൻവോൾവ് ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അതിന്റെ കുറച്ച് ഡീറ്റെയിൽസിലേക്കാണ് പോകുന്നത്. ഓക്കെ, നോക്കിക്കോളൂ. ഇൻ ദിസ് മെത്തേഡ് എ സിംഗിൾ ഇൻഡിവിജ്വൽ, ആ സിംഗിൾ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് എന്താ? പാരന്റ് ആണ് അല്ലെ? സിംഗിൾ പാരന്റ് is capable of producing offspring. As a result, the offspring that are produced are not only identical to one another but are also exact copies of their parent. ഒരു പാരന്റിൽ നിന്നാണ് ഓഫ്സ്പ്രിങ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ആ പാരന്റിന്റെ എക്സാക്ട് കോപ്പിയാണ് ഉണ്ടാവുന്നത്. അതിന് നമ്മൾ ക്ലോൺ എന്നൊക്കെ പറയും. Are these offspring likely to be genetically identical or different? Genetically അത് ഒരുപോലെയാണോ അല്ലയെന്ന് നിങ്ങളോടാണ് ചോദ്യം. Okay, the term clone is used to describe such morphologically and genetically similar individuals. Underline morphologically and genetically similar individual. അതിനെയാണ് എന്ത് പറയുക? ക്ലോൺ എന്ന് പറയുക. ക്ലിയർ ആയല്ലോ? ഇത് 1 വേർഡിന് ചോദിക്കാറുണ്ട് കേട്ടോ. അതിന്റെ താഴെ ഉള്ള ചിത്രത്തിന്റെ അടിയിൽ എഴുതിയേക്കുന്ന ഒന്ന് നോക്കിയേ. ഡയഗ്രത്തിന്റെ താഴെ എന്താ എഴുതിയേക്കുന്നത്? സെൽ ഡിവിഷൻ ഇൻ യൂണിസെല്ലുലാർ ഓർഗാനിസം. അതിൽ ബഡ്ഡിങ് ഇൻ ഈസ്റ്റ് കാണിച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നേരത്തെ ഞാൻ ചിത്രം കാണിച്ചില്ലേ, അമീബയുടെ ബൈനറി ഫിഷനും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ലെറ്റ് us see how widespread asexual reproduction is among different groups of organisms. Asexual reproduction is common among single-celled organisms. സിംഗിൾ സെൽഡ് ഓർഗാനിസത്തിൽ സാധാരണയായിട്ട് കാണുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഹയർ ലെവൽ ഓർഗാനിസത്തിലാണ് എന്ത് കാണുന്നത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ കൂടുതലായിട്ട് കാണുന്നത്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് കോമൺ എമംഗ് സിംഗിൾ സെൽഡ് ഓർഗാനിസം. ഒന്ന് അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ. ആൻഡ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് വിത്ത് റിലേറ്റീവ്ലി സിമ്പിൾ ഓർഗനൈസേഷൻ. അപ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എവിടെയൊക്കെയാണ് കാണുന്നത്, ഏത് തരം ഓർഗാനിസത്തിലാണെന്ന് ചോദിച്ചാൽ ഈ ഒരു സെന്റൻസിൽ അതിന്റെ ആൻസർ ഉണ്ട്. ഇൻ പ്രോട്ടിസ്റ്റ് ആൻഡ് മോണീറൻസ്, the organism or the parent cell divides into 2. ഒരു parent cell രണ്ടെണ്ണമായിട്ട് മാറുന്നു. To give rise to new individuals. അതാണ് അമീബയുടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. Thus, in these organisms, cell division is itself a mode of reproduction. നമ്മൾ കഴിഞ്ഞ വർഷം അത് പഠിച്ചിട്ടുണ്ട്. ഇവിടെ അതൊന്നുകൂടെ അടിവരയിട്ട് ഉറപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ സെൽ ഡിവിഷൻ എന്ന് പറയുന്നത് ഒരു മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. സിംഗിൾ അല്ലെങ്കിൽ സിമ്പിൾ ഓർഗാനിസത്തിൽ
സിംഗിൾ സെൽഡ് ഓർഗാനിസത്തിൽ ഒക്കെ സെൽ ഡിവിഷൻ തന്നെ ഒരു മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണെന്ന് പിടികിട്ടിയാ? ഓക്കെ, ശരി. മെനി സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ് ബൈ ബൈനറി ഫിഷൻ. അണ്ടർലൈൻ ബൈനറി ഫിഷൻ. കുറേ സിംഗിൾ സെൽഡ് ഓർഗാനിസം റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ബൈനറി ഫിഷൻ വഴിയാണ്. Where a cell divides into two halves and each rapidly grows into an adult. Example, amoeba paramecium. Yeastilанengilo, in yeast, the division is unequal and small buds are produced that remain attached initially to the parent cell, which eventually get separated and mature into new yeast organisms or cell. Yeastന്റെ സെല്ലിനകത്ത് കുഞ്ഞു ബഡുകൾ ഉണ്ടാവും. നമ്മളുടെ പേജ് നമ്പർ 5 കാണിച്ച പോലെ കണ്ടോ, ഈസ്റ്റ് സെല്ല്. ആ ഈസ്റ്റ് സെല്ലിൽ കുഞ്ഞു ബഡ് ഉണ്ടായിട്ട് ആ ബഡ് പാരന്റ് സെല്ലിൽ നിന്ന് കുറച്ച് ഡിറ്റാച്ച് ചെയ്ത് പോയി പുതിയ ഓർഗാനിസം ആയിട്ട് മാറുകയാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈസ്റ്റിലെ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ചോദിച്ചാൽ എന്തെന്ന് എഴുതുക? ബഡ്സ് ഫോർമേഷൻ അല്ലെങ്കിൽ ബഡ്ഡിങ് എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ? ശരി, അടുത്തതിലേക്ക് പോകണേ. Members of the kingdom fungi and simple plants such as algae reproduce through special asexual reproductive structures. The most common of these structures are zoospores that usually are microscopic motile structures. ഇപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് കിങ്ഡം ഫഞ്ചയിലും ആൽഗയിലും ഒക്കെ സൂസ്പോർ എന്നുള്ള ഒരു പ്രത്യേക തരം സംഗതി കാണാം. അത് മോട്ടയിലാണ്. അതൊരു റീപ്രൊഡക്റ്റീവ് മെത്തേഡും കൂടിയാണ്, അതിനുള്ള ഒരു ഉപാധിയാണ്. ക്ലിയർ ആയല്ലോ? സൂസ്പോർ ഒന്ന് അണ്ടർലൈൻ ചെയ്തുള്ളൂ. മോട്ടൈൽ സ്ട്രക്ചേഴ്സ് ആണ്. അതർ കോമൺ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആർ കൊണീഡിയ, കാണുന്നത് പെനിസിലിയത്തിലാണ്. ബഡ്സ് ഹൈഡ്രയിൽ കാണുന്നുണ്ട്. നേരത്തെ നമ്മൾ ഏതൊന്നിലും കൂടെ പറഞ്ഞു? യെസ്, ഈസ്റ്റ്. ഗുഡ്. ആൻഡ് ജെമ്യൂൾസ് സ്പോഞ്ചിലാണ് കാണുന്നത്. ക്ലിയർ ആയോ? പുതിയ ടേംസ് ആണല്ലേ, പേടിക്കണ്ട. പേജ് നമ്പർ 6 ഇതാ അതിൻ്റെ ചിത്രം അടക്കം കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ? ഒന്ന് നോക്കിയേ. ആദ്യത്തത് ക്ലാമിഡമോണസ് ആണ് കാണിച്ചേക്കുന്നത്. വല്ല പരിചയം ഉണ്ടോ? +1 കേട്ടിട്ടില്ലേ? ആൽഗയിൽ, കിങ്ഡം ആൽഗയിൽ ക്ലാമിഡമോണസ് ഓർമ്മയുണ്ടോ? ഗ്രീൻ ആൽഗയിലുണ്ട് അല്ലേ? ശരി. അപ്പോൾ ക്ലാമിഡോമോണസിൽ സൂസ്പോസ് എക്സാമ്പിൾ കിട്ടി. സൂസ്പോസ് ഏതിലാണ് കാണുന്നത്? ക്ലാമിഡോമോണസ്. അപ്പോൾ ഒരു കാര്യം ചെയ്തോ, ഒരു പെൻസിൽ എടുത്തിട്ട് ഒന്നുകിൽ നോട്ട്ബുക്കിൽ അല്ലെങ്കിൽ ഈ ചിത്രത്തിൻ്റെ അടുത്തായിട്ട് എഴുതി വെച്ചോ. ബഡ്സ് ഏതിലൊക്കെ ബഡ്സ് കാണുന്നത്? ഹൈഡ്രയിൽ കാണുന്നുണ്ട്, ഈസ്റ്റിൽ കാണുന്നുണ്ട്. ബഡ്സ് എന്ന് എഴുതി 2 എണ്ണം ഇടാം. ഓക്കെ. പിന്നെ സൂസ്പോസ് എന്ന് എഴുതിയിട്ട് ക്ലാമിഡോമോണസ് അല്ലെങ്കിൽ ആൽഗെ, മിക്കവാറും ക്ലാമിഡോമോണസ്, വോൾവോക്സ് ഇതിലൊക്കെയാണ് സൂസ്പോസ് കാണുന്നത്. അപ്പോൾ സൂസ്പോസ് എന്ന് എഴുതിയിട്ട് ക്ലാമിഡോമോണസ് എന്ന് എഴുതിക്കും. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് അവിടെ കൊണീഡിയ കാണിച്ചിട്ടുണ്ട്, പെൻസിലിയ. ഈ കൊണീഡിയ ഒക്കെ കഴിഞ്ഞ വർഷം പഠിച്ചതാ ഫഞ്ചയിൽ, ഓർമ്മയുണ്ടാ? പിന്നെ താഴെ സ്പോഞ്ച് കാണിച്ചിട്ടുണ്ട്, അതിൽ ജെമ്യൂൾസും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മാച്ച് ദ ഫോളോയിങ്ങിനോ വൺ വേർഡിനോ ഒക്കെ ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ട് അതൊരു ടേബിൾ പോലെ വരച്ച് ഇപ്പം തന്നെ വെച്ചോളൂ, പഠിച്ചോളൂ. ക്ലിയർ ആയോ? ശരി, അടുത്തതിലേക്ക് പോവാണേ. യു ഹാവ് ലേൺഡ് അബൌട്ട് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ് ഇൻ ക്ലാസ് 11 അല്ലേ? പഠിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ടൈമിൽ എനിക്ക് നിർത്താൻ പറ്റിയിട്ടില്ല കേട്ടോ, ഐ എം സോറി. ഞാൻ ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ പറഞ്ഞിട്ട് നിർത്താം. സെക്ഷൽ റീപ്രൊഡക്ഷൻ നമുക്ക് അടുത്തതിൽ നോക്കാം. ഓക്കെ. You have learnt about vegetative reproduction in plants in class 11. What do you think? Is vegetative reproduction also a type of asexual reproduction? Why do you say so? ആണെന്ന് നിങ്ങൾക്ക് ഉത്തരം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അത് asexual reproductionലാണ് വരുന്നതെന്ന്. Is the term clone applicable to offspring formed by vegetative reproduction? അതിനെ ക്ലോൺ എന്ന് പറയാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ കേട്ടോ. ഉത്തരം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം, പേടിക്കണ്ട. While in animals and other simple organisms the term asexual is used unambiguously, in plants the term vegetative reproduction is frequently used. പ്ലാന്റ്സിലാണ് സാധാരണ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉള്ള ടേം ഉപയോഗിക്കാറ്. ആനിമൽസിന് അങ്ങനെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നമ്മൾ പറയാറില്ല. In plants the units of vegetative propagation, കുറച്ച് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനെ സഹായിക്കുന്ന ചില യൂണിറ്റ്സിന്റെ പേരാണ് പറയുന്നത്. അതിനെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്ന് പറയാറുണ്ട്. ക്ലിയർ ആയോ? മനസ്സിലായില്ലെങ്കിൽ ടെൻഷൻ ആവണ്ട. ഇതാ പേജ് നമ്പർ 7 അതിൻ്റെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. കണ്ടോ? ആ ചിത്രത്തിൻ്റെ താഴെ ഉള്ളതൊന്ന് വായിച്ചു നോക്കിയേ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ഇൻ ആൻജിയോസ്പേംസ്. അപ്പോൾ ഏതൊക്കെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് എന്ന് ചോദിച്ചാൽ ഇവിടെയും എന്ത് ചെയ്യണം? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ടേബിൾ പോലെ വരച്ച് വെക്കണം. ഓക്കെ.
ഏതൊക്കെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ? റണ്ണർ, റൈസോം, സക്കർ, ട്യൂബർ, ഓഫ്സെറ്റ്, ബൾബ്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾക്ക് ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ പിക്ചേഴ്സിന്റെ താഴെ വേറെയും കുറച്ചും കൂടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം കേട്ടോ. ഈ സെന്റൻസ് ഞാനൊന്ന് മുഴുവൻ വായിച്ചോട്ടെ. In plants, the units of vegetative propagation such as runner, rhizome, sucker, tuber, offset, bulb are capable of giving rise to new offspring. These structures are called vegetative propagules. Underline vegetative propagules. Obviously, since the formation of these structures does not involve two parents, the process involved is asexual. ഇനി നമുക്ക് ആ ചിത്രത്തിന്റെ താഴെയുള്ളത് നോക്കാം. ഒന്ന് നോക്കിക്കോളൂ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ഇൻ ആൻജിയോസ്പേംസ് എന്ന് പറഞ്ഞിട്ട് ഐസ് ഓഫ് പൊട്ടറ്റോ എന്ന് കാണിച്ചിട്ടുണ്ട്. ആ ചിത്രം ഒന്ന് നോക്കിയേ. നമ്മുടെ വീട്ടിൽ പൊട്ടറ്റോ കൊണ്ടെന്ന് വെച്ചാൽ കുറച്ച് ദിവസം ഉപയോഗിച്ചില്ല വിചാരിച്ചോ, പ്രത്യേകിച്ച് അത് കുറച്ച് നനവുള്ള ഒരു ഭാഗത്തായിരിക്കണമെന്ന് വിചാരിച്ചോ, ചെറുതായിട്ട് മുളയ്ക്കാൻ തുടങ്ങും. അതിന് നമ്മൾ മുള പൊട്ടി എന്നൊക്കെ മലയാളത്തിൽ പറയും. പക്ഷെ അതിന് നമ്മൾ പറയുന്ന പേര്, നമ്മൾ ബൊട്ടാനിസ്റ്റ് പറയുന്ന പേര് ഐസ് ഓഫ് പൊട്ടറ്റോ എന്നാണ്. മനസ്സിലായോ? കുഞ്ഞിക്കണ്ണ് പോലെ. എന്നിട്ട് അതിൽ നിന്നാണ് പുതിയ ചെടി ഉണ്ടാവുന്നത്. അപ്പൊ അതിനെ പറയുന്നത് ഐസ് ഓഫ് പൊട്ടറ്റോ. ഇനി ഈ പൊട്ടറ്റോയുടെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിനെ നമ്മൾ പറയുന്ന പേര് ട്യൂബർ. എഴുതി വെച്ചോളൂ, ട്യൂബർ. അവിടെ തന്നിട്ടുണ്ട് ടെക്സ്റ്റില് ട്യൂബർ പൊട്ടറ്റോ കേട്ടോ. പിന്നെ നെക്സ്റ്റ് നോക്കൂ, റൈസോം ഓഫ് ജിഞ്ചർ. അതിനെ നമ്മൾ റൈസോം എന്നാണ് ജിഞ്ചറിനെ പറയുന്നത്. ജിഞ്ചറിന്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിനെ നമ്മൾ പറയുന്നത് റൈസോം എന്നാണ്. അതും എഴുതിക്കോ, റൈസോം, ജിഞ്ചർ. ആദ്യം എഴുതിയത് ട്യൂബർ, പൊട്ടറ്റോ, ദെൻ റൈസോം, ജിഞ്ചർ. നെക്സ്റ്റ് കാണിച്ചിരിക്കുന്നത് അഗേവ് ആണ്. അഗേവ് എന്ന് പറയുന്ന ഒരു പ്ലാന്റിന്റെ ഒരു കിഴങ്ങ് പോലത്തെ സംഭവം. അതിനെയാണ് ബൾബിൽ എന്ന് പറയുക. ബൾബിൽ ഹൈഫൻ അഗേവ്. എഴുതിയോ? ബൾബിൽ അഗേവ്. നെക്സ്റ്റ് നമ്മുടെ ഇലമുളച്ചി. കണ്ടുണ്ടോ ഇലമുളച്ചി? ഒരു ഇല പോലെയുള്ള ആ ഒരു ചെടി ഇലമുളച്ചി, ബ്രയോഫിലം. അതിന്റെ സൈഡിൽ നിന്നൊക്കെ അതിന്റെ നോഡ്സ് നിന്നൊക്കെ ഇങ്ങനെ ചെറിയ വേരുകളൊക്കെ വന്നിട്ട് അതിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാവും. അപ്പോൾ അതാണ് ലീഫ് ബഡ്സ് ആണ് പുതിയ പ്ലാന്റ് ആയിട്ട് മാറുന്നത്. ലീഫ് ബഡ്സ്, ബ്രയോഫിലം. എഴുതിക്കോളൂ. നെക്സ്റ്റ് വാട്ടർ ഹയാസിൻത്. കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? കേട്ടിട്ടില്ല? നമ്മുടെ ഈ കുളത്തിലും പിന്നെ എസ്പെഷ്യലി നമ്മുടെ ആലപ്പുഴ സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ പുഴകളിലും ഒക്കെ, ഇപ്പൊ ദാ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കൽപ്പാത്തി പുഴയിലും ഉണ്ട് ഈ സാധനം. നല്ല ഭംഗിയാണ് അതിൻ്റെ പൂ കാണാൻ. ഒരു വയലറ്റ് കളറിലാണ് ഉണ്ടാവുക. ഇപ്പൊ പിടികിട്ടില്ലേ? പക്ഷേ അതിൻ്റെ പേര് ടെറർ ഓഫ് ബംഗാൾ എന്നത് അറിയപ്പെടാറുണ്ട്, വാട്ടർ ഹയാസിൻത് എന്ന് പറയാറുണ്ട്, ഐക്കോർണിയ എന്നാണ് അതിൻ്റെ പേര്. ഈ ഐക്കോർണിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് സ്പ്രെഡായി പോകും. ഇപ്പോൾ കുട്ടനാട്ടിലൊക്കെ പ്രധാനമായിട്ടും വാട്ടർ ട്രാൻസ്പോർട്ടാണ്. അപ്പോൾ ഇത് നിറഞ്ഞിട്ട് ആ കായലിൽ കൂടെ ഒന്നും വാട്ടർ ട്രാൻസ്പോർട്ട് അധികം നടക്കുന്നില്ല എന്നൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് വാട്ടർ ഹയാസിൻത്, ഐക്കോർണിയ എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ്. അതിൻ്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിൻ്റെ പേരാണ് എന്തെന്നാ ദാ അതിനകത്ത് കൊടുക്കുന്നുണ്ടല്ലോ, ഓഫ്സെറ്റ്. യെസ്, ഓഫ്സെറ്റ് എന്നാണ് അതിൻ്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിൻ്റെ പേര്. ക്ലിയർ ആയോ? നമ്മൾ നേരത്തെ ടെക്സ്റ്റിൽ വായിച്ചതിൽ റണ്ണർ ഇവിടെ തന്നിട്ടില്ല. നമ്മുടെ കറുകപ്പുലി ഇല്ലേ, അത് റണ്ണറിനൊരു എക്സാമ്പിളാണ്. പിന്നെ ഓക്സാലിസ്, പുളിയാറില്ല, അത് റണ്ണറിനൊരു എക്സാമ്പിളാണ്. പിന്നെ നമ്മുടെ മുത്തിൽ എന്ന് പറയുന്ന ഹൈഡ്രോകോട്ടൈ, സെൻറ്റില്ല എന്ന് പറയുന്ന സാധനം. എന്താന്നല്ലേ ആലോചിക്കണം ഈ പറയുന്ന പേരൊക്കെ? ടെക്സ്റ്റിലില്ല, ഞാൻ വെറുതെ പറയാം. നിങ്ങളുടെ പ്രാക്ടിക്കലിൻ്റെ ബുക്ക് എടുത്ത് നോക്കി അതിനകത്ത് കാണും കേട്ടോ. പാടത്തും പിന്നെ അതുപോലെ ചില പറമ്പുകളിലും ഒക്കെ കാണുന്ന മുത്തിൽ എന്ന് പറയുന്ന സാധനം. കുടങ്ങൽ എന്നൊക്കെ പറയും ചില ഭാഗത്ത്. ആകെ ഒരു കൈപ്പയ്ക്ക പരുവത്തിലുള്ള കേരളത്തിൽ ഒരു സാധനത്തിന് തന്നെ പല പേരാ പറയണേ. അതുകൊണ്ടാണ് ഈ പ്രശ്നം. ഓക്കെ, സ്കൂളൊക്കെ തുറന്നിട്ട് കാണിച്ചു തരാം കേട്ടോ കാണുമ്പം. ശരി, അപ്പോൾ ഇതാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ. ക്ലിയർ ആയില്ലേ? അപ്പോൾ രണ്ട് ഇതൊക്കെ വരച്ചില്ലേ? ഓക്കെ അല്ലേ? ശരി, ഇനി ഒരു 3 പാരഗ്രാഫും കൂടെ പറഞ്ഞാൽ നമുക്ക് നിർത്താം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ വാട്ടർ ഹയാസിൻത് ഇല്ലേ, ഐക്കോർണിയ, അതിനെക്കുറിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും പറയുന്നുണ്ട്. നോക്കാം എന്താണെന്ന്. യു മസ്റ്റ് ഹാവ് ഹേർഡ് അബൌട്ട് ദ സ്കോർജ് ഓഫ് വാട്ടർ ബോഡീസ് ഓർ അബൌട്ട് ദ ടെറർ ഓഫ് ബംഗാൾ. This is nothing but the aquatic plant water hyacinth, which is one of the most invasive weeds found growing wherever there is standing water. It drains oxygen from the water.
അണ്ടർലൈൻ. അതിൻ്റെ ഒരു ദോഷമാണ് പറയുന്നത്. ഓക്സിജനെ മുഴുവൻ അങ്ങ് വലിച്ചെടുത്തേക്കും ഈ പ്ലാന്റ്. എന്നിട്ടോ വിച്ച് ലീഡ്സ് ടു ദി ഡെത്ത് ഓഫ് ഫിഷസ്. പിന്നെന്തായി കഥ? തീർന്നില്ലേ? You will learn more about it in chapters 13 and 14. നമ്മുടെ ഇക്കോളജിയുടെ യൂണിറ്റിൽ ഇത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയൂ കേട്ടോ. You may find it interesting to know that this plant was introduced in India because of its beautiful flowers and shapes of leaves. അതിൻ്റെ ലീഫിൻ്റെ ഷേപ്പ് കണ്ടിട്ടുണ്ടോ? നല്ല ഹാർട്ട് ഷേപ്പാ. മനസ്സിലായില്ലേ? ഒരു ലവ് ചിഹ്നിട്ട പോലെ. യെസ്, അതിൻ്റെ ഫ്ലവേഴ്സോ വെരി ബ്യൂട്ടിഫുൾ ആൻഡ് അട്രാക്റ്റീവ്. അപ്പം അതുകൊണ്ട് ചന്തം കണ്ട് പുറകെ പോവണ്ടെന്നർത്ഥം. പിന്നെ അത് വലിച്ചിട്ടാൽ പോവില്ല അവിടുന്ന്, അത്രയ്ക്ക് സ്പ്രെഡ് ആവും. മനസ്സിലായോ കഥ? ഓക്കെ. സിൻസ് ഇറ്റ് ക്യാൻ propagate vegetatively at a phenomenal rate and spread all over the water body in a short period of time, it is very difficult to get rid of them. അപ്പം അതിനെ ഒഴിവാക്കാൻ വലിയ പാടാ, കാരണം പെട്ടെന്ന് അങ്ങ് കയറി സ്പ്രെഡ് ചെയ്യും. അതുകൊണ്ട് Are you aware how plants like potato, sugarcane, banana, ginger, dahlia are cultivated? ഇതൊക്കെ എങ്ങനെ കൃഷി ചെയ്യുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? പൊട്ടറ്റോ, ഷുഗർ കെയിൻ, ബനാന, അതൊക്കെ ജിഞ്ചറൊക്കെ. Have you seen small plants emerging from the buds called eyes of the potato tuber, from the rhizomes of banana and ginger? അപ്പോഴേ റൈസോം എന്നുള്ളത് ബനാനയിലും ജിഞ്ചറിലും പറയുന്നത് ഇപ്പോൾ മനസ്സിലായില്ലേ? അതും കൂടി നേരത്തെ എഴുതിയ ടേബിളിൻ്റെ കൂടെ ജിഞ്ചറിൻ്റെ കൂടെ ഒരു കോമറ്റ് ബനാനയും കൂടി ഇട്ടോട്ടോ. When you carefully try to determine the site of origin of the new plantlets in the plants listed above, you will notice that they invariably arise from the nodes present in the modified stems of these plants. When the nodes come in contact with damp soil or water, they produce roots and new plants. അവിടെ നോട്ട്സ് എന്നുള്ളത് ഇത്തിരി ബോൾഡായിട്ട് എഴുതിയിരിക്കുന്നത്. എന്താ കാരണം? അവിടെ എന്താ കഥ പറഞ്ഞതെന്ന് മനസ്സിലായോ? Whenever you carefully try to determine the site of origin of new plantlets in the plants listed above, നേരത്തെ പറഞ്ഞ പ്ലാന്റ്സിൽ എവിടുന്നാണ് പുതിയ പ്ലാന്റ് പൊട്ടിമുളയ്ക്കുന്നതെന്ന് നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ you will notice that they invariably arise from the nodes present in the modified stems of these plants. Modified stem പ്രാക്ടിക്കൽ ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ് ഇതൊക്കെ. ഓക്കെ. Similarly, adventitious buds arise from the notches present at margins of leaves of Bryophylla. നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു, അതൊന്നും കൂടെ ഇവിടെ പറഞ്ഞേ ഉള്ളൂ. This ability is fully exploited by gardeners and farmers for commercial propagation of such plants. ഒരേല കിട്ടിയാൽ മതി, കുറേ പ്ലാന്റ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഫാമേഴ്സും കൃഷിക്കാരും ഒക്കെ കൾട്ടിവേറ്റേഴ്സും ഒക്കെ ഇതിൻ്റെ കഴിവിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ. So let us go to the last paragraph of this session. Ready? It is interesting to note that asexual reproduction is the common method of reproduction in organisms that have a relatively simple organization like algae and fungi, and that they shift to sexual method of reproduction just before the onset of adverse condition. നമ്മൾ ഫഞ്ചി കഴിഞ്ഞ വർഷം പഠിച്ചതല്ലായിരുന്നോ? ഞാൻ എപ്പോഴും പറയുന്ന പോലെ പഠിപ്പിച്ചതല്ലായിരുന്നോ അല്ലേ? അതിന് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, ഫഞ്ചൈൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. അതിന് യോജിക്കുന്ന സാഹചര്യം വരുമ്പം അത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ചെയ്യും, ഇല്ലാത്തപ്പം അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഡോർമൻസി ഒക്കെ ഓർമ്മ ഉണ്ടാവും അല്ലേ? Find out how sexual reproduction enables these organisms to survive during unfavorable conditions. Why is sexual reproduction favored under such conditions? Asexual or vegetative as well as sexual modes of reproduction are exhibited by the higher plants. On the other hand, only sexual mode of reproduction is present in most of the animals. Plants-il ചിലപ്പോൾ സെക്ഷൽ ആൻഡ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ കാണും, പക്ഷേ ആനിമൽസിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ മാത്രമേ മോസ്റ്റ് ഓഫ് ദ ആനിമൽസിൽ കാണാറുള്ളൂ. അപ്പോൾ അടുത്ത ടോപ്പിക് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. നമുക്കത് അടുത്ത വീഡിയോയിൽ ഇടാം, പോരെ? അപ്പോൾ ഇന്നിപ്പോൾ പഠിപ്പിച്ച കാര്യം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ചാൽ വൺ വേർഡിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ഭാഗങ്ങളിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോയത്. അപ്പോൾ അത് നന്നായി പഠിച്ചിട്ട് അടുത്ത വീഡിയോ കാണാം. ഓക്കെ. അപ്പോൾ ഇത് കൃത്യമായി പഠിക്കുക. എന്നിട്ട് ഇതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാത്തതോ കൂടുതൽ ക്ലാരിഫിക്കേഷനോ ആവശ്യമുണ്ടെന്നുണ്ട് വെച്ചെങ്കിൽ അതും കൂടെ നമുക്കതിനകത്ത് ആഡ് ചെയ്യാം. റെഡിയല്ലേ? അപ്പോൾ അത് കമൻറ്റ് ബോക്സിലോ അതല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിലോ എന്നെ അറിയിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് പോലെ ഇറ്റ്സ് സൈനിങ് ഓഫ് യുവർ സെറീന ടീച്ചർ. ടേക്ക് കെയർ. ബൈ.